കോർണക്കി ഫുട്ബോളിലേക്ക് സ്വാഗതം. സിറ്റിയുടെ കുറച്ച് ട്രാൻസ്ഫർ കഥകളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകൾ ഒരു പേരും കൂടിയാണ് സിറ്റിയുടെ പേര്. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ സീസണിൽ ഒരു നേട്ടങ്ങളും ഇല്ലാതെയാണ് സിറ്റിയുടെ ആ ഒരു സീസൺ അവസാനിച്ചത്. പെപ്പിന്റെ മാനേജർ കരിയറിൽ തന്നെ ഒരു നേട്ടങ്ങളും ഇല്ലാതെ കടന്നു പോകുന്നൊരു സീസൺ കൂടിയാണിത്. അവസാന നിമിഷമാണ് ആ ചാമ്പ്യൻ ലീഗിന്റെ യോഗ്യതയൊക്കെ നേടിയത്. അപ്പൊ അതിനൊക്കെ പരിഹാരമായി അടുത്ത സീസണിലേക്ക് വേണ്ടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീബിൽഡിങ്ങിന് തന്നെയാണ് സിറ്റി ശ്രമിക്കുന്നത്. സിറ്റി ഗ്രൂപ്പ് ആണെങ്കിൽ പറയാമെങ്കിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തും പെപ്പിന് കൂട്ടായി ഉണ്ടായിരുന്നു. ആ ഒരു പരിതാപകരമായ സീസണിൽ നിന്നിട്ട് പോലും ആ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ 3 പ്ലേയേഴ്സിനെ 200 മില്യൺ അടുപ്പിച്ച ഒരു സൈനിങ് നടത്താൻ അവരെ കൊണ്ട് സാധിച്ചു. മർമോഷിനെ കൊണ്ടുവന്നു, നിക്ക ഗോൺസാലസിനെ കൊണ്ടുവന്നു, ഒരു യങ് ഡിഫൻഡർ അബൂബക്കർ കൊസ്നവിനെ വരെ അവർ സൈൻ ചെയ്തു. പക്ഷെ അവിടെ നിന്നിട്ട് പോലും ആ ഒരു സീസൺ വിജയകരമായി പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ അതിനൊക്കെ പരിഹാരമായി തന്നെ ഒരു നല്ലൊരു സൈനിങ്ങളാണ് ഇപ്പൊ അവർ നടത്തിയിരിക്കുന്നത്. ഒരു ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് 5 ദിവസത്തേക്ക് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. അപ്പൊ അതിന് മുമ്പായി തന്നെ 4 പ്ലേയേഴ്സിനെ അവരെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പറയാമെങ്കിൽ അവരെ പ്ലേയേഴ്സ് കുറച്ച് പേർ ഈ ഒരു സീസണോട് ഈ ഒരു സമ്മർ വിൻഡോയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ KDB ആയിരുന്നു, കെവിൻ ഡി ബ്രൈൻ. അതേ ഇപ്പം നെപ്പോളിക്ക് വേണ്ടി 2 വർഷത്തെ കരാറിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത സീസൺ മുതൽ നെപ്പോളിക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം കളിക്കുന്നത്. മറ്റൊരു താരം 100 മില്യൺ യൂറോസിന് വളരെയധികം പ്രതീക്ഷയോടെ സൈൻ ചെയ്ത താരമായിരുന്നു ജാക്ക് ഗ്രീലിഷ്. അപ്പൊ അദ്ദേഹം ഇതേപോലെ ഈ ഒരു സമ്മർ വിൻഡോയിൽ സിറ്റി വിടും. അദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ക്ലബ്ബുകൾ രംഗത്തുണ്ട്. അതുപോലെ തന്നെ ബയൺ ലെവർകൂസൻ അദ്ദേഹത്തിന് സൈൻ ചെയ്ത കൊള്ളാമെന്നൊക്കെയുണ്ട്. ബയൺ ലെവർകൂസൻ ആണെങ്കിൽ പറയാമെങ്കിൽ 150 മില്യൺസിന്റെ ഒരു എക്സ്പെൻസീവ് സെയിലാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ നല്ലൊരു താരത്തിനെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. ഇതേപോലെ ജാക്ക് ഗ്രീലിഷിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ റൂമറുകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു താരം ജോൺ സ്റ്റോൺസ്, അദ്ദേഹം ഇതേപോലെ ഈ ഒരു സമ്മർ വിൻഡോയിൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പഴയ ക്ലബ്ബായ എവർട്ടൺ തന്നെയാണ് അദ്ദേഹത്തിന് ഒന്നുകൂടെ സൈൻ ചെയ്താൽ കൊള്ളാമെന്നൊക്കെയുള്ള ആ ഒരു റൂമറിലൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സെയിലിലേക്ക് കേൾക്കുന്നത്. പക്ഷേ നമ്മളൊരു സൈനിങ് നോക്കുകയാണെങ്കിൽ 3 സൂപ്പർ പ്ലേയേഴ്സാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം പെപ്പ് ലിഞ്ചേഴ്സ്. അദ്ദേഹം ലിവർപൂളിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു യോർഗൻ ക്ലോപ്പിന്റെ ആ ഒരു ഇയറയിൽ. അപ്പൊ അദ്ദേഹം ഇപ്പം പെപ്പിന്റെ അസിസ്റ്റന്റ് കോച്ചായി നിയമിതനായിട്ടുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം സാൽസ്ബർഗിന്റെ ഒരു ഹെഡ് കോച്ചായിരുന്നു. അവിടെ നിന്നാണ് പെപ്പിന്റെ ഇപ്പോൾ അസിസ്റ്റന്റ് കോച്ചായിട്ട് സിറ്റി നിയമിച്ചിട്ടുള്ളത്. 10 കൊല്ലം ലിവർപൂളിന് വേണ്ടി സേവിച്ച ലിവർപൂൾ അസിസ്റ്റന്റ് മാനേജർ റോളിൽ ഉണ്ടായിരുന്ന ഒരു താരം കൂടിയാണ്, ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഇപ്പം സിറ്റിയുടെ അസിസ്റ്റന്റ് കോച്ചായി നിയമിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊരു പ്ലേയേഴ്സിന് നോക്കുകയാണെങ്കിൽ AC മിലാന്റെ തിജാനി റേഞ്ചേഴ്സിനെ 46.3 മില്യൺ യൂറോന്റെ 5 വർഷത്തെ കരാറിലാണ് അദ്ദേഹത്തിന് സൈൻ ചെയ്തിട്ടുള്ളത്. പറയാമെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു ബാൾ കെയറിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. AC മിലാന്റെ ആ ഒരു ഇതിൽ ഡിസപ്പോയിന്റ് ആയിട്ടുള്ള ഒരു സീസൺ നിന്ന് പോലും AC മിലാന്റെ ഒരു മിഡ്ഫീൽഡർ ജനറൽ എന്ന് വേണം പറയാം. അദ്ദേഹത്തിന് 11 ഗോൾ ഇൻവോൾവ്മെന്റ് ആ ഒരു സീസൺ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു മൈനസ് പോയിന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന് പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാൻ ഒരു ഇതുണ്ട്, ഒരു മൈനസ് പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ പെപ്പിന്റെ കീഴിൽ വരികയാണെങ്കിൽ അത് പെപ്പ് മാറ്റിയെടുത്തോളും. അപ്പം കഴിഞ്ഞ സീസൺ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റോഡ്രി ഇല്ലാത്തതിന്റെ ആ ഒരു കുറവ് സിറ്റിയുടെ ആ ഒരു മിഡ്ഫീൽഡ് കണ്ടതാണ്. ഒരു ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇത് റോഡ്രിക്കുണ്ട്. അതുപോലത്തെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെയാണ് തിജാനി റേഞ്ചേഴ്സ്. അപ്പൊ ഡച്ച് പ്ലെയറും കൂടെയാണ്. അദ്ദേഹം ഡച്ച് ഇന്റർനാഷണൽ ആണ്, പക്ഷെ അതിന്റെ ബ്രദർ ഇന്തോനേഷ്യക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെയാണ് ആദ്യം സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു താരം റയാൻ എയ്റ്റ് വോൾസിന്റെ അൾജീരിയൻ ഇന്റർനാഷണൽ ലെഫ്റ്റ് ബാക്കിനെ സിറ്റി 36 മില്യൺ 40 മില്യൺ യൂറോ ഒരു പാക്കേജിനാണ് അദ്ദേഹത്തിന് സൈൻ ചെയ്തിട്ടുള്ളത്. 5 വർഷത്തെ ആ ഒരു കാലയളവിലാണ് അദ്ദേഹത്തിന് സൈൻ ചെയ്തിട്ടുള്ളത്. പറയാമെങ്കിൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക്, ഒരു ഫുൾ ബാക്ക് ഒരു വോൾസിന്റെ സമയത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു വിങ്ങറായിട്ട് വരെ കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം കൂടുതൽ കളിയും കളിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബോൾ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന, ബോൾ കൊണ്ട് ആ ഒരു എതിർ പോസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഒരു ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ഒരു ഡിഫെൻസീവായിട്ട് നോക്കിയാൽ അദ്ദേഹം പൂവറാണ്. കാരണം വോൾസിന്റെ കളിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ ഒഫൻസീവായിട്ട് അദ്ദേഹം ഒരു പ്രോപ്പർ സൈനിങ് തന്നെയാണ് സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. 5 വർഷത്തെ കരാറാണ് അദ്ദേഹത്തിന് ഉള്ളത്. മറ്റേ താരം റയാൻ ചെർക്കി.
അതിനു മുമ്പ് സിറ്റി നോട്ടമിട്ടിരുന്ന താരം ഫ്ലോറിയൻ വേർഡ്സ് ആണ്. എന്തുകൊണ്ട് വെറുതെ പൊല്ലാപ്പുകൾ എടുത്ത് വയ്ക്കണം എന്ന് കരുതിയായിരിക്കാം സിറ്റി ഒഴിവാക്കിയത്. കാരണം ഓൾറെഡി തന്നെ 114 ഒരു ഫിനാൻഷ്യൽ ബ്രീച്ചിന്റെ കേസുകൾ ഇപ്പം തന്നെ നിലവിലുണ്ട്. എന്തുകൊണ്ട് വെറുതെ വല്ല പൊല്ലാപ്പുകൾ എടുത്ത് വയ്ക്കണം എന്ന് കരുതിയായിരിക്കാം ഫ്ലോറിയൻ വേർഡ്സിനെ സിറ്റി സൈൻ ചെയ്യാത്തത്. അതിപരം ഒരു 40 മില്യൺ യൂറോസിന്റെ ഒരു സൂപ്പർ ജെമ്മിനെ തന്നെയാണ് സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് റയാൻ ചെർക്കിയുടെ കളി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സ്പെയിനെതിരെ റയാൻ ചെർക്കി ഇറങ്ങിയ ശേഷമുള്ള ആ ഒരു ഓളമുണ്ടല്ലോ, ഫ്രഞ്ചിന്റെ ആ ഒരു കളി, വല്ലാത്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചത്. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി. ഈ ഒരു ഒളിമ്പിക് ലിയോൺ നിന്നിട്ട് പോലും ഈ ഒരു സീസണിൽ 30 ഗോൾ ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ട്. ഇത് പറയാം, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ കളിക്കാൻ പറ്റും. ഡിബ്രൂയിന് പകരക്കാരനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ള സൂപ്പർ സൈനിങ് തന്നെയാണ് അദ്ദേഹം. ഫ്രാൻസ് ഇന്റർനാഷണൽ ആണ്. അപ്പം ഈ സീസണിൽ 30 ഗോൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് ആശാനും. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, എന്താ പറയുക, ഒരു ഫാസ്റ്റിനായ രീതിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു താരം. അടുത്ത സീസൺ നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ മിഡ്ഫീൽഡ് തന്നെ ഒരു വല്ലാത്ത ജാതി മിഡ്ഫീൽഡർ ആയിരിക്കും. കാരണം റോഡ്രി, റയാൻ ചെർക്കി, അപ്പൊ നിക്കോ ഗോൺസാലസ് ഉണ്ട്, ബെർണാർഡോ സിൽവയ്ക്ക് ഓപ്ഷൻ ഉണ്ട്. അവിടെ കുറെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട് സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഒരുപാട് വിങ്ങേഴ്സുകളായി. കാരണം മർമോഷ് ഉണ്ട് അവിടെ, സവിന്യോ, ഫോഡൻ, അങ്ങനെ ഹാലൻഡ് സഹിതം. അതുപോലെ തന്നെ ഇപ്പൊ നിക്കോ ഗോൺസാലസ് വരെ സൂപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിക്കുന്നത്. മെക്കറ്റി വരെ ഉണ്ട്. അപ്പം അടുത്ത സീസണിലെ സിറ്റിയുടെ ആ സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം വലുതാണ്. സിറ്റിയുടെ സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സിറ്റി ഒരു മൂന്നാമത്തെ ഒരു സൈനിങ് ആയിട്ട് റയാൻ ചെർക്കിനെ സൈൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മാർക്കോസ് ബെറ്റിനെല്ലി, ചെൽസിയുടെ ഒരു ഗോൾ കീപ്പറിനെ ഒരു മൂന്നാമത്തെ ചോയ്സ് ആയിട്ടാണ് ഇപ്പം സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. 1 വർഷത്തെ കരാറിലാണ് അദ്ദേഹത്തിനെ സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിനെ സൈൻ ചെയ്തിട്ടുള്ളത്. പറയാമെങ്കിൽ ഈ ഒരു സീസണിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റിക്ക് ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ ഒരു ഇന്റൻഷൻ ഇല്ല. അപ്പം മറ്റ് 2 പൊസിഷനിലൊക്കെ സൈനിങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് റൈറ്റ് ബാക്ക് ആയിട്ടും മറ്റൊരു CB ലെവലിലേക്ക് സിറ്റിക്ക് വീണ്ടും സൈനിങ്ങൾക്ക് വരും. അത് സിറ്റിയുടെ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു 4 സൈനിങ്ങൾ ഓൾറെഡി തന്നെ സിറ്റി സെക്യൂർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ഗ്രീലിഷും അതുപോലെ തന്നെ ജോൺ സ്റ്റോണൊക്കെ ഈ ഒരു സമ്മറിലൂടെ പുറത്തു പോകാനും ചാൻസ് ഉണ്ട്. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള റീബിൽഡിങ് തന്നെയാണ് സിറ്റി ശ്രമിക്കുന്നത്. റീബിൽഡിങ് ഓൾറെഡി നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.